വിവാഹം കഴിക്കണം എന്ന് തോന്നുന്ന സമയത്ത് വിവാഹം കഴിക്കുന്നതാണ് നല്ലത്. ഇതിപ്പം ജ്യോത്സ്യം പറയുന്നത് സമയദോഷം, ഇനി അടുത്ത സമയദോഷമാണ്, ഇപ്പോഴേ കല്യാണം കഴിക്കണം എന്ന് ജ്യോത്സ്യൻ്റെ പ്രഷർ, അല്ലെങ്കിൽ നാട്ടുകാരുടെ പ്രഷർ, അല്ലെങ്കിൽ വീട്ടുകാരുടെ പ്രഷർ. ചിലരുടെ മുഖത്ത് നോക്കി പറയാറുണ്ട്. അങ്ങനെ മുഖത്ത് നോക്കി പറയാൻ പറ്റുന്നൊരു കാര്യമല്ല ജ്യോതിഷം. അതിൽ നിന്നും ചില കാര്യങ്ങൾ നമുക്ക് എടുക്കാൻ പറ്റും എന്നുള്ള നിമിത്തങ്ങൾ നോക്കാന്നറിയില്ലേ. ആളിരിക്കുന്ന രാശി ഏതാണ്, ആൾ ഏതിപ്പം തല ചൊറിഞ്ഞിട്ട് സംസാരിക്കുവാണ്, അപ്പോൾ മേഡം രാശിയായിട്ടും കണക്ട് ചെയ്യാൻ നോക്കുക. നമ്മൾ പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഒരു നെഗറ്റീവ് എനർജി നമ്മൾ അറ്റാക്ക് ചെയ്യില്ല. ആദ്യം നമ്മൾ പോസിറ്റീവ് ആയാൽ മതി. ആസ്ട്രോളജി എന്ന് പറയുന്ന തലത്തിൽ നിൽക്കുമ്പോൾ ആളുകൾ ചിന്തിക്കുന്നത് സുനിത എന്ന് പറയുന്ന വ്യക്തി. മുസ്ലിം കൺട്രീസിലൊന്നും അത് അലൗഡ് അല്ല ആസ്ട്രോളജി. പലരുടെയും കഥകളിൽ അവിടെ പോയി രാജാവിൻ്റെ കൊട്ടാരത്തിൽ പോയി അത് ചിലപ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പണ്ടേ കാലഘട്ടത്തിൽ പണ്ടെന്നല്ല ഇപ്പോഴായിരുന്നാലും ഞാനത് പല പ്രാവശ്യം പറഞ്ഞതാണ്. എത്ര പേരുണ്ടായിരിക്കും കൗൺസിലറിൻ്റെ അടുത്ത് പോകുന്ന, ഫൈനാൻഷ്യൽ സ്ട്രെസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഉണ്ടായിരിക്കും, പഠിക്കാത്തതായിരിക്കും കുട്ടികൾ. ഇങ്ങനെ പല ടൈപ്പ് പ്രോബ്ലംസ് എല്ലാം ആരുടെ അടുത്താണ് വരണത്? എത്ര പേര് സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോകും? ജോൽസിൻ്റെ അടുത്തല്ലേ പോകാറ്. ഈ ജോൽസിൻ ഈ സൈക്കോളജിയും കൂടെ അറിഞ്ഞിരിക്കണം, കൗൺസിലറും ആയിരിക്കണം. ഒരു ജ്യോതിഷി വാസ്തുശാസ്ത്രം അറിഞ്ഞിരിക്കണം, കൗൺസിലിംഗ് ഇതെല്ലാം അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. വാസ്തു എനിക്ക് അങ്ങോട്ട് ശരിയാകുന്നൊരു വിഷയമല്ല. പക്ഷേ സൈക്കോളജിയും ഈ പറഞ്ഞ ആസ്ട്രോളജിയും ഒക്കെ എനിക്ക് ഇഷ്ടമുള്ള മേഖലകളാണ്. സൈക്കോളജി ഇപ്പം ചെയ്യുന്നുണ്ട്. ഇപ്പം സെക്കൻഡ് ഇയർ ആണ് MA സൈക്കോളജി. അല്ല, എനിക്ക് തോന്നുന്നു ഒരു നല്ല വക്കീലിൻ്റെ അടുത്തേക്കോ ഒക്കെയുള്ള ഇവരുടെ പോക്കിനെ ഒരു പരമാവധി വരെ പിടിച്ചു നിർത്താൻ ഒരു നല്ല ജോലിസിനെ കൊണ്ടാകും. കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ദാമ്പത്യ ജീവിതത്തിൽ ഏറ്റവും വില്ലനാവാറുള്ളത് വീട്ടുകാരാണ് ഒരു പരിധി വരെ. അപ്പോൾ ഇവരുടെ പേരൻസ് ആയിരിക്കുമല്ലോ ഒരു പക്ഷേ എൻ്റെ മക്കൾക്ക് ഇത് പ്രശ്നമാണോ നോക്കാൻ. അപ്പോൾ അവരെ ഒന്ന് കൗൺസിൽ ചെയ്താൽ തന്നെ ഒരു വീട്ടിലെ ചില പ്രശ്നങ്ങൾ തന്നെ മാറാൻ സാധിക്കും. അതെ, അതെന്ന് വെച്ചാൽ നമ്മുടെ ഒരു സിസ്റ്റം അനുസരിച്ച് വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പയ്യൻ്റെ വീട്ടിലോട്ട് പോകുക അങ്ങനെയല്ലേ. ഇപ്പം അതേസമയം പലയിടത്തും വേറെ ഇപ്പം നമ്മുടെ നാട്ടിലല്ലാതെ വേറെ പലയിടത്തും നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അവർ വിവാഹം കഴിഞ്ഞാൽ സെപ്പറേറ്റ് ആയിട്ട് മാറി താമസിക്കും. അപ്പോൾ അത് പലർക്കും അത് ഉൾക്കൊള്ളാൻ ഇന്നും നമുക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് അല്ലേ, സെപ്പറേറ്റ് മാറി താമസിക്കും. തിരുവനന്തപുരത്ത് പെണ്ണിൻ്റെ വീട്ടിലല്ലേ താമസിക്കുക? അല്ല, പെണ്ണിൻ്റെ വീട് ചെറുക്കൻ്റെ സ്ത്രീധനമായിട്ട് കൊടുക്കുന്ന ഒരു ചടങ്ങ്. അങ്ങനെ പലതും ഇവിടെ തിരുവനന്തപുരത്ത് കാണിക്കാറുണ്ട്. പക്ഷെ അങ്ങനെ തിരുവനന്തപുരത്ത് അങ്ങനെ പെണ്ണിൻ്റെ വീട് ചെറുക്കൻ്റെ വീടൊന്നുമില്ല, എല്ലാ വീടും ഒന്നുപോലെ തന്നെ. എനിക്കറിയില്ല, ഞാൻ പണ്ട് തിരുവനന്തപുരത്ത് ജോലി ചെയ്യുന്ന സമയത്ത് ആ ഓഫീസിൽ നമ്മുടെ ചേച്ചി ഉണ്ടാവുമല്ലോ, ചായ കിട്ടാനുള്ള ചേച്ചി ഒരു ദിവസം എടുക്കുന്നത് മോളുടെ കല്യാണം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇവർ വീട് നോക്കും. ഞാൻ ചാന്തിന ഞങ്ങളുടെ നാട്ടിൽ കല്യാണം കഴിഞ്ഞാൽ മോക്ക് വീട് കൊടുത്തിട്ട് ഞങ്ങൾ വരെ വാടകയ്ക്ക് വീട് താമസിക്കണം. അങ്ങനെ അത്രയും ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു സിസ്റ്റം തിരുവനന്തപുരത്തിൻ്റെ ഏതൊക്കെ മേഖല ഉള്ളതായി ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്കറിയില്ല. ഞങ്ങളുടെ നാട്ടിൽ പിന്നെ സ്ത്രീധനമൊന്നും വാങ്ങാറില്ല. അപ്പോൾ നല്ല നാടായതുകൊണ്ട് കുഴപ്പമില്ല. കൊല്ലത്തെ സ്ത്രീധന സംവിധാനങ്ങളൊന്നും ഇല്ലാത്തത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു തന്നതാണ് പകുതി കൗൺസിലിംഗ് ഈ പറയപ്പെടുന്ന പേരൻസിന് കൊടുത്താൽ തന്നെ. പാരൻസിനെന്ന് മാത്രമല്ല, ഇതിപ്പോൾ അവനവന് വിവാഹം കഴിക്കണം എന്ന് തോന്നുന്ന സമയത്ത് വിവാഹം കഴിക്കുന്നതാണ് നല്ലത്. ഇതിപ്പം ജ്യോത്സ്യം പറയുന്നത് സമയദോഷം, ഇനി അടുത്ത സമയദോഷമാണ്, ഇപ്പോഴേ കല്യാണം കഴിക്കണം എന്ന് ജ്യോത്സ്യൻ്റെ പ്രഷർ, അല്ലെങ്കിൽ നാട്ടുകാരുടെ പ്രഷർ, അല്ലെങ്കിൽ വീട്ടുകാരുടെ പ്രഷർ, ഇതുകൊണ്ടൊന്നും വിവാഹം കഴിക്കാൻ പോകരുത്. അവനവന് വിവാഹം കഴിച്ച് ഒരു ജീവിതം ആവണം എന്ന് തോന്നുന്ന പോയിന്റിൽ വിവാഹം കഴിക്കുകയാണെങ്കിൽ പ്രശ്നങ്ങൾ ഒരു 90% കുറഞ്ഞു കിട്ടും. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, എന്നോട് വിഷമമൊന്നും തോന്നരുത്. പണ്ട് നമ്മളൊരു ജ്യോത്സ്യൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ പണ്ട് ആ ജ്യോത്സ്യൻ്റെ കുറച്ച് സിമ്പിൾസ് ഉണ്ടാവും. ഒന്നെങ്കിൽ ഒരു കസവിൻ്റെ നേരിയത്, അല്ലെങ്കിൽ ഒരു ഭസ്മക്കുറി, ഒരു ചന്ദനക്കുറി, അവിടെ ഒരു ആംബിയൻസ് അവർ ക്രിയേറ്റ് ചെയ്യും. ഇപ്പോൾ കഴുത്തിൽ സ്വർണം കെട്ടിയ അല്ലെങ്കിൽ വെള്ളി കെട്ടിയ ഒരു രുദ്രാക്ഷമാല, തുളസിമാല, അങ്ങനെ എന്തെങ്കിലും. പക്ഷെ ഇപ്പോൾ എല്ലാവരുടെയും കയ്യിലും കഴുത്തിലൊക്കെ നാച്ചുറൽ സ്റ്റോൺസിൻ്റെ മാലകളാണ് കാണുന്നത്. താങ്കളുടെയും കയ്യിലും കഴുത്തിലൊക്കെ ഉണ്ട്, ക്രിസ്റ്റൽസ് ഉണ്ട്. അപ്പോൾ ചോദിക്കുമ്പോൾ തന്നെ രോഹിത്തിൻ്റെ കയ്യിൽ ഉണ്ടല്ലോ എന്ന് ചോദിക്കും. ഇതൊക്കെ എനിക്ക് ഞാൻ പല വീട്ടിലും പറഞ്ഞിട്ടുണ്ട്. എനിക്ക് പലരും സ്നേഹിതരായ ക്രിസ്റ്റൽസ് ഡീൽ ചെയ്യുന്നവർ ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കഴുത്തിൽ കിടക്കുന്നത് ടൈഗർ ഐ ആണ്. അപ്പോൾ ഇത് ക്രിസ്റ്റൽസ് ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും ജീവിതത്തിൽ മാറ്റം? അത് ഞാൻ പറഞ്ഞില്ലേ, ഈ 9th ഹൗസിൻ്റെ പ്രോബ്ലം എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇത് ഈ ടൈഗർ ഐ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം എനിക്കൊരു വളരെ വല്ലാത്തൊരു ഡിസിഷൻ എടുക്കാനായിട്ട് എന്നൊരു സമയത്ത് എനിക്ക് ഈ ഒരു ക്രിസ്റ്റൽ യൂസ് ചെയ്തപ്പം എനിക്ക് അതെന്താണെന്ന് ഞാൻ ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല, എനിക്ക് അത് ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഈ 9th ഹൗസ് ക്ലിയർ ആക്കാൻ തന്നെ ഈ ടൈഗർ ഐ, എനിക്ക് എൻ്റെ ഹൊറോസ്കോപ്പ് അനുസരിച്ച് ടൈഗർ ഐ ആയിരുന്നു യൂസ് ചെയ്യേണ്ടത്. ഇത് അറിയാത്ത ആളുകൾക്ക് ഈ 9th ഹൗസ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ടി വരും. അതായത് എനിക്ക് പൂർവ്വജന്മ കർമ്മ ദുരിതം എന്ന് പറഞ്ഞത്, പൂർവ്വജന്മ ദുരിതം എന്ന് പറഞ്ഞില്ലേ, ഈ പൂർവ്വജന്മ ദുരിതത്തിനെ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ടൈഗർ ഐ ഇട്ടേക്കുന്നത്. ഓക്കെ, അങ്ങനെ പോകും. എൻ്റെ കഴുത്തിലുണ്ട്. അത് രോഹിതിന് എന്താണെന്ന് അറിയില്ലല്ലോ, എനിക്കറിയില്ല. എനിക്കും അറിയില്ല. എനിക്കത്
എന്റെ കാര്യങ്ങൾ അറിയാവുന്ന ഒരാൾ ഗിഫ്റ്റ് ചെയ്തതാണ്. അപ്പൊ അയാൾ എന്തെങ്കിലും കണ്ടിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പം ഈ ക്രിസ്റ്റൽസ് ഉപയോഗിച്ചാൽ ഇത് മാറ്റം ഉണ്ടാവും എന്നുള്ളതാണ്. ഹീലാവും അത് കുറെ ഹീലാവും. ഇതെങ്ങനെയാണ് നമ്മുടെ അത് ഒന്നെന്ന് പറയുന്നത് അത് എങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്നു എന്നുള്ള പോലെ ഇരിക്കും. അതിനെ അതൊരു പോസിറ്റീവായിട്ടുള്ളൊരു സാധനമാണ്. അത് പോസിറ്റീവായിട്ട് തന്നെ നമ്മൾ ഹാൻഡിൽ ചെയ്യണം, റെസ്പെക്ട് ചെയ്യണം. പലരും പറയാറുള്ള സംഭവമാണ് ക്രിസ്റ്റൽസിനെ റെസ്പെക്ട് ചെയ്തിട്ട്. അത് അങ്ങനെ തന്നെ ഹാൻഡിൽ ചെയ്യണം. ഇതൊരു പോസിറ്റീവായിട്ടുള്ളൊരു എനർജിയാണ് അതിനകത്തുള്ളത്. അപ്പോൾ അത് വീണ്ടും വീണ്ടും നമ്മൾ ഈ മൂൺ ലൈറ്റ് കൊള്ളിക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. ഓക്കെ. അപ്പോഴാണ് അതിന് കൂടുതൽ അതിനെ എനർജൈസ് ചെയ്ത് അതൊരു എനർജൈസ് ചെയ്ത് ഉപയോഗിക്കേണ്ട സാധനമാണ്. ഈ പ്രശ്ന പരിഹാരമൊക്കെ നോക്കുന്ന സമയത്ത് ക്രിസ്റ്റൽസ് സജസ്റ്റ് ചെയ്യാറുണ്ട്? തീർച്ചയായിട്ടും ഉണ്ട്. ചെയ്യുന്നുണ്ട്. ചില ആളുകൾ ജ്യോതിഷികളും പല ഉപാസന മൂർത്തികളെ ആരാധിക്കുന്നവരും ഉപാസന ചെയ്യുന്നവരും ഒക്കെ ഇൻ്റർവ്യൂവിന് വരുമ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും ചോദിക്കുന്നതാണ്, എൻ്റെ ഭാവിയോ ഒന്ന് എന്തെങ്കിലും പറയാമോ, എൻ്റെ ഒരു ഗ്രഹസ്ഥിതിയെക്കുറിച്ച് പറയാമോ? ഗ്രഹസ്ഥിതി തന്നാൽ ഞാൻ പറഞ്ഞുതരാം. അത് ചിലരെൻ്റെ മുഖത്ത് നോക്കി പറയാറുണ്ട്. അങ്ങനെ മുഖത്ത് നോക്കി പറയാൻ പറ്റുന്നൊരു കാര്യമല്ല ജ്യോതിഷം. അങ്ങനെ മുഖത്ത് നോക്കി ഒരിക്കലും പറയാം. പക്ഷേ ഫോർ എക്സാമ്പിൾ ഇപ്പം എന്താണ്, ഒരാൾ നമുക്ക് ജ്യോതിഷം നോക്കാനായിട്ട് വന്നിരിക്കുവാണ്, ഹൊറോസ്കോപ്പ് അനാലിസിസിൻ്റെ സമയത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് ചില ചോദ്യങ്ങളുടെ ഉത്തരമായിട്ട് അദ്ദേഹം ഇരിക്കുന്ന രാശി ഏത് രാശിയാണെന്ന് നമുക്ക് നോക്കിയിട്ട് അതിൽ നിന്നും ചില കാര്യങ്ങൾ നമുക്ക് എടുക്കാൻ പറ്റും എന്നുള്ള നിമിത്തങ്ങൾ നോക്കാമെന്നറിയില്ലേ. ആളിരിക്കുന്ന രാശി ഏതാണ്, ആൾ ഇപ്പം മുഖത്താണ്, ഇപ്പോൾ മൂക്കിൽ പിടിക്കുവാണ് എന്ന് വെച്ചാൽ ആ മേടം രാശിയായിട്ട്, അല്ലെങ്കിൽ തലയിൽ പിടിക്കുവാണ്, അങ്ങനെയാണെങ്കിൽ ആ മേടം രാശിയായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതാണ് എന്ന് ചിന്തിക്കാം. പെട്ടെന്ന് വന്നിട്ട് നമ്മളോട് സംസാരിക്കുന്ന സമയത്ത് ഇപ്പം തല ചൊറിഞ്ഞിട്ട് സംസാരിക്കുവാണ്, അപ്പോൾ മേടം രാശിയായിട്ടും കണക്ട് ചെയ്യാം നമുക്കതിനെ. അപ്പോൾ അങ്ങനെ ചില കാര്യങ്ങളിലൂടെ അതിൻ്റെ ചേഷ്ടകളിൽ നിന്നും ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റും. അങ്ങനെയല്ല, അങ്ങനെ ചേഷ്ട അങ്ങനെയല്ല പറഞ്ഞത്. അത് ഗ്രഹസ്ഥിതി നോക്കാനായിട്ട് വന്നിരിക്കുന്ന സമയത്തുള്ള വിഷയങ്ങളെ കുറിച്ച് പറഞ്ഞതാണ്. അപ്പോൾ ഞാനെപ്പോഴും ആ ഒരു നമ്മുടേതായ കൃത്യമായ ഡേറ്റയിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്, അല്ലാതെ ഒരു ഇൻഡ്യൂഷൻ്റെ പുറത്ത് നിന്നിട്ട് അമാനുഷികമായ എന്തോ കാര്യങ്ങൾ കാണിക്കുകയല്ല ചെയ്യണം. ഞാൻ ഒരു അക്കാദമിക്കലി അത് പഠിച്ചിട്ട് ആ ഒരു സയന്റിഫിക് ആയിട്ടുള്ള ലെവലിൽ നിന്നിട്ടാണ് ഇത് പ്രാക്ടീസ് ചെയ്യുന്നത്. കഥകൾ ഉണ്ടാക്കി ആളുകളെ വിശ്വസിപ്പിച്ച് ആളുകളിലേക്ക് ഇതിനെ ഇല്ല അങ്ങനെയല്ല. എന്താണെന്നുള്ളത് കൃത്യമായിട്ട്, അതായത് നമുക്ക് ഇന്ന് ഒരാളിനെയും കബളിപ്പിക്കാൻ പറ്റില്ല. അന്ധമായ വിശ്വാസങ്ങൾ നിറയ്ക്കുന്നതല്ല ഒരു യഥാർത്ഥമായ ജ്യോതിഷൻ്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത്. സമൂഹത്തിൽ നല്ല മെസ്സേജ് കൊടുക്കുക, ഹെൽത്തി ആയിട്ടുള്ള മൈൻഡ് സെറ്റുള്ള, ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പുകളും ഹെൽത്തി ആയിട്ടുള്ള കുറേ ആൾക്കാരെ നമുക്ക് എങ്ങനെയാണ് നമ്മളടുത്ത് വരുന്ന ആൾക്കാരെ നല്ല രീതിയിൽ ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകും. ഇപ്പം നമ്മൾ ചില ആൾക്കാർ പറയും ആരോ കൂടോത്രം ചെയ്തു വെച്ചു, അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് വരില്ലേ. അവരെപ്പോലും നമ്മൾ അങ്ങനെ അല്ല, നിങ്ങളുടെ കാലദോഷം കൊണ്ട് വന്നതാണ്, ആരോടും വിരോധം വെക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞാണ് യഥാർത്ഥത്തിൽ ജ്യോതിഷം പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തി ആ മറ്റേ ആളിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത്. അതേ ദൈവജ്ഞന്റെ ഉത്തരവാദിത്തം അതാണ്. അത് പലപ്പോഴും നിർവഹിക്കപ്പെടുന്നില്ല. വരുന്ന പ്രശ്നങ്ങളെ പലരും വലുതാക്കി വലിയ പ്രശ്നങ്ങളിലാക്കി കൊടുത്തുവിടുന്നതാണ്. ഈ കൂടോത്രത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഈ ബ്ലാക്ക് മാജിക് ഒക്കെ ചെയ്തിട്ട് വരുന്നതൊക്കെ ഉള്ളതാണോ? അങ്ങനെ നോക്കുമ്പോൾ പകുതി മുക്കാലും നമ്മുടെ മനസ്സിന്റെ തോന്നലുകളാണ്. പിന്നെ നമ്മൾ പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഒരു നെഗറ്റീവ് എനർജി നമ്മൾ അറ്റാക്ക് ചെയ്യില്ല. ആദ്യം നമ്മൾ പോസിറ്റീവ് ആയാൽ മതി. തിരിച്ചൊരു വേഷം കേട്ടിട്ടുണ്ട്, ഇതിലൊന്നും വിശ്വാസം ഇല്ലെങ്കിലും നമ്മളിതൊന്നും ബാധിക്കില്ല. വിശ്വാസം, അതാണ് പറഞ്ഞത്. വിശ്വാസം മീൻസ് നമ്മൾ അതിനകത്തോട്ടൊന്നും അനാവശ്യമായിട്ട് ചിന്തിക്കുക. ഇപ്പം അങ്ങനെയാണെങ്കിൽ നരേന്ദ്രമോദിക്ക് എന്തുമാത്രം പ്രശ്നം ഉണ്ടാവണം, കണ്ണേറും ഉണ്ടാവണം അല്ലേ. ഈ ഇപ്പം നമ്മളെയൊക്കെ കണ്ണേറ് വെക്കാൻ നടക്കുന്ന നേരം ഇതുപോലുള്ള എത്ര പ്രഗത്ഭന്മാരായ ആൾക്കാരുണ്ട് കണ്ണേറ് വെക്കാൻ. അത് പറഞ്ഞാൽ മറ്റുള്ളവർ മറുപടി അവർക്ക് ഉപാസന ഉണ്ടതുകൊണ്ട് ബാധിക്കില്ല. ഉപാസന അതന്നെ, ആ പോസിറ്റിവിറ്റി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. പ്രപഞ്ചത്തെ ഉപാസിച്ചാൽ മതി. നേരത്തെ മുൻ എപ്പിസോഡിൽ ഈ പ്രപഞ്ച ഉപാസനയെ പറ്റി കൃത്യമായിട്ട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാനൊന്ന് ഒരു കാര്യം ചോദിച്ചോട്ടെ. സ്വാഭാവികമായിട്ടും ഈ ആസ്ട്രോളജി എന്ന് പറയുന്ന തലത്തിൽ നിൽക്കുമ്പോൾ ആളുകൾ ചിന്തിക്കുന്നത് സുനിത എന്ന് പറയുന്ന വ്യക്തി, പുള്ളിക്കാരി ഈ ആസ്ട്രോളജി പഠിച്ചിട്ട് ജ്യോതിഷം നോക്കുന്ന ഒരാൾ എന്ന് മാത്രമാണ്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് വിദേശ രാജ്യത്ത് ഒരു വലിയ പൊസിഷനിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ പ്രത്യേക സാഹചര്യത്തിൽ ജോലി രാജിവെച്ച് തിരിച്ച് നാട്ടിലേക്ക് മടങ്ങുമ്പോൾ ഇവിടെയും വിദേശത്തും ജോലി സാധ്യതകൾ ബാക്കി കിടക്കുമ്പോൾ ഇനി എൻ്റെ ജീവിതം ആസ്ട്രോളജിക്കൊപ്പമാണ് എന്ന് ചിന്തിക്കാനുണ്ടായ ഒരു കാരണം അതാണ്. അതായത് നമുക്ക് ഒരു സോൾ പർപ്പസ് അല്ലെങ്കിൽ ഡെസ്റ്റിനി എന്ന് പറയുന്ന ഒരു വിഷയം ഉണ്ടായിരിക്കും.
അപ്പം ഒന്നാമത്തെ കാര്യം, ഞാൻ എപ്പോഴും വിദേശത്ത് പോയത് ഹസ്ബൻഡ് കുവൈറ്റിലായിരുന്നു, അത് അവിടെ വർക്ക് ചെയ്യണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അവിടെ പോയത്. ഞാൻ കുറച്ച് നാൾ നിന്നിട്ട് വരാമെന്ന് പറഞ്ഞ് പോയതാണ്. പക്ഷെ പോയി ഒരു 1.5 മാസം കഴിഞ്ഞപ്പോൾ ജോലി കിട്ടി. അപ്പോൾ അങ്ങനെ അങ്ങ് എവിടെയാണ് ജോലി? ഞാൻ ആദ്യം പെട്രോഗ്യാസ് കുവൈറ്റ് എന്ന് പറയുന്നത്, പിന്നെ അത് കഴിഞ്ഞിട്ട് കുവൈറ്റ് നാഷണൽ പെട്രോളിയം കമ്പനിയുടെ പ്രൊജക്ട്സിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അഡ്മിനിസ്ട്രേഷനിലും, ഹ്യൂമൻ റിസോഴ്സസ് അഡ്മിനിസ്ട്രേഷൻ, സെക്രട്ടറിയൽ ജോബ്സ്, ഡോക്യുമെൻറ്റേഷൻ, ഇങ്ങനെയെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ രണ്ടാമതാണ് ഞാൻ KNBC പ്രൊജക്ട്സിൽ വർക്ക് ചെയ്യുന്നത്. ഹോട്ട് എഞ്ചിനീയറിംഗ് ആയിരുന്നു മെയിൻ കമ്പനി. അപ്പം അവിടെയാണ് വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ അവിടുന്ന് ഞാൻ ലീവിന് വന്നതാണ്. ഞാൻ ഒരിക്കലും റിസൈൻ ചെയ്ത് വന്നതൊന്നുമല്ല. ഇപ്പോൾ 2024 ഞാൻ ലീവിന് വന്നതാണ്, ഈ സൈക്കോളജിയുടെ എക്സാമിനേഷൻ എഴുതാൻ വേണ്ടി വന്നതാണ്. പക്ഷേ ആ സമയത്ത് എൻ്റെ അമ്മ മരിച്ചു. അപ്പോൾ അതിനുശേഷം നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു ജീവിതത്തിൽ നമ്മൾ സാമ്പത്തികമായിട്ടെല്ലാം നേടിയത് കൊണ്ട് മാത്രമായോ നമുക്ക് ജന്മം തന്ന, നമ്മൾക്ക് എന്നെ ഞാനാക്കിയ എൻ്റെ അച്ഛൻ, എൻ്റെ കുടുംബം, അപ്പം അവരോടൊപ്പം അവർക്ക് വേണ്ടി ഇപ്പം ഞാനിപ്പോൾ തിരിച്ച് പോവുകയാണെങ്കിൽ നമ്മൾ എൻ്റെ അമ്മയുടെ ഒരു ചടങ്ങുകളും ഇപ്പം ബലിതർപ്പണ കാര്യങ്ങളോ ഒന്നും തന്നെ ചെയ്ത് പൂർത്തീകരിക്കാൻ പറ്റാതെ ഞാൻ തിരിച്ചു മടങ്ങിയുണ്ട്. എനിക്ക് സാമ്പത്തികമായ നേട്ടങ്ങളോ ഒരിക്കലും മനസ്സമാധാനം ഉണ്ടാവില്ല. എനിക്ക് കിടന്ന ഉറക്കം വരണം, മനസ്സമാധാനം വേണം, ഞാനൊരു മനുഷ്യ സ്ത്രീയായിട്ട് എനിക്ക് ജീവിക്കണം. അതിനെ എനിക്കിപ്പോൾ കുവൈറ്റിൽ ഞാൻ ആരാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ കുവൈറ്റിൽ KNBCയിൽ വർക്ക് ചെയ്യണം, അതല്ല എനിക്ക് വേണ്ടിയത്. നീ സാധാരണ ഞാൻ ഒന്നുമില്ലാതെയാണ് ഈ ഭൂമുഖത്ത് ജനിച്ച് വീണതല്ലേ. അവിടുന്ന് ഞാൻ ഈ അറിയുന്ന സുനിത എന്ന് പറയുന്ന ഈ ആസ്ട്രോളജി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് തന്നെ കൊണ്ടു നടന്ന് പഠിപ്പിച്ച എൻ്റെ അമ്മയാണ്. എൻ്റെ അച്ഛനും എൻ്റെ അമ്മയുമാണ് എന്നെ കൊണ്ടു നടന്ന് പഠിപ്പിച്ചെടുത്തത്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഓരോ മനുഷ്യന്മാരും പെൺപിള്ളേർ പറയാണ് ജ്യോതിഷം പഠിക്കണം. എത്ര പാരൻസ് അതിനെ ആ കുട്ടിയുടെ താല്പര്യത്തിന് ജ്യോതിഷം കൂടെ പഠിപ്പിക്കില്ല. പക്ഷേ എൻ്റെ താല്പര്യം അതാണെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ താല്പര്യത്തിന് ഒരുപാട് പ്രസക്തി കൊടുത്ത ആൾക്കാരാണ് അവർ. പക്ഷേ അവിടെ ഹസ്ബൻഡ് ഒറ്റയ്ക്കായി, അദ്ദേഹം ഒറ്റയ്ക്കായി. പക്ഷേ ഞാൻ ചിന്തിച്ചപ്പോൾ അദ്ദേഹം കുറച്ച് കഴിഞ്ഞ് തിരിച്ച് നാട്ടിലോട്ട് വരാമല്ലോ, ഇല്ലേ, അദ്ദേഹത്തിന് നാട്ടിലോട്ട് വരാമല്ലോ, കുറച്ചുകൂടെയൊക്കെ കഴിഞ്ഞിട്ട് വരാം. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഈ ജ്യോതിഷത്തിലോട്ട് വരാൻ തന്നെ ഇതിലിപ്പോൾ നിൽക്കാനും കാരണം എൻ്റെ ഫാമിലിയാണ്. കാരണം എൻ്റെ പാരൻസ്, അതുപോലെ എൻ്റെ ഹസ്ബൻഡ് ഈ വീഡിയോസ് ഞാൻ ഇപ്പോൾ ചോദിച്ചല്ലോ, ഇത് ചോദിച്ചില്ലേ, ഡിലേ ആണ്. ഹസ്ബൻഡ് എപ്പോഴും എന്നോട് ചോദിക്കുന്ന കാര്യം, നീ എന്താ ഇങ്ങനെ ഉഴപ്പുന്നത്, അത് നിന്നെ ആ കരിയർ നേരെ കൊണ്ടുപോകണ്ടേ. പുള്ളിയാണ് എന്നെ വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൊക്കെ തമ്പുനയിൽ കാര്യങ്ങളും ഒക്കെ തന്നെ ചെയ്തു തരുന്നതും സപ്പോർട്ട് ചെയ്തതും എല്ലാം ഹസ്ബൻഡാണ്. ഹസ്ബൻഡും കൊച്ചും ഒക്കെയാണ്. അപ്പോൾ ആ ഫാമിലിയുടെ, ഞാൻ ഒരിക്കലും ഇപ്പം ഇങ്ങനെ വന്നിരിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം എൻ്റെ ഫാമിലിയാണ്. അപ്പം എന്തായാലും അമ്മ 5 വർഷക്കാലം കൂടെ വന്ന് പഠിപ്പിച്ച ജ്യോതിഷം അമ്മയുടെ മരണശേഷം അത് പക്ഷെ അതൊരു കാരണമായെങ്കിലും അത് അമ്മയ്ക്ക് വേണ്ടി അച്ഛന് വേണ്ടി എന്നുള്ളതല്ല. വാസ്തവം പറഞ്ഞാൽ എൻ്റെ ഒരു സോൾ പർപ്പസ് ഡെസ്റ്റിനി എന്ന് പറയുന്നത് ഞാൻ ഇതിൽ തന്നെ വരേണ്ടതാണ് എന്നുള്ളൊരു തിരിച്ചറിവ് കൊണ്ടാണ് ഞാൻ ഇതിൽ തന്നെ നിൽക്കുന്നത്. അമ്മയുടെ മരണം അതിനൊരു നിമിത്തമായി എന്ന് മാത്രമല്ല, അല്ലാതെ ഞാൻ അമ്മ മരിച്ചത് കൊണ്ട് അല്ലെങ്കിൽ അച്ഛൻ ഒറ്റയ്ക്കായത് കൊണ്ട് ഞാൻ അതെല്ലാം ഉപേക്ഷിച്ചു എന്നുള്ള ഒരു അർത്ഥത്തിലൊന്നും എടുക്കുന്നില്ല. മറിച്ച് നമ്മൾക്ക് ഇപ്പോൾ എല്ലാവരും പറഞ്ഞു ഇവിടെ നിന്നിട്ട് എന്ത് ചെയ്യാനാണ്. ഇന്ന് കൂടെ എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞാണ്, ഇവിടെ നിന്നിട്ട് എന്ത് ചെയ്യാനാണ്, അല്ല നമുക്ക് പുറത്ത് രാജ്യങ്ങളിൽ പോയാലല്ലേ നമുക്ക് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ ആസ്ട്രോളജിക്ക് വിദേശ രാജ്യങ്ങളിൽ വലിയ സാധ്യതകൾ ഉണ്ടെന്ന് തോന്നുന്നല്ലേ? ഇല്ല, ഞാൻ താങ്കൾക്ക് വേണ്ടി ചോദിക്കുന്നതല്ല, അങ്ങനെ ഒരു സാധ്യത ഉണ്ടോ? പലരും ഇന്ന് അങ്ങനെ വിദേശ രാജ്യങ്ങളിലൊന്നും മീൻസ് ഇപ്പൊ ഈ ഇങ്ങനെയുള്ള രാജ്യങ്ങളിലൊന്നും അങ്ങനെ അലൗഡ് അല്ല. മുസ്ലിം കൺട്രീസിലൊന്നും അത് അലൗഡ് അല്ല ആസ്ട്രോളജി. പക്ഷേ പലരുടെയും കഥകളിൽ അവിടെ പോയി രാജാവിന്റെ കൊട്ടാരത്തിൽ പോയി അത് ചിലപ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം അവിടെ തന്നെ ആ രാജ്യങ്ങളിൽ തന്നെ ഈ വെസ്റ്റേൺ ആസ്ട്രോളജി ഫോളോവേഴ്സ് ഉണ്ട്. അപ്പം കുവൈറ്റിൽ നിന്ന് ഒരുപാട് പേര് ഇങ്ങനെ കൺസൾട്ടേഷൻ എടുത്ത് വെസ്റ്റേൺ ആസ്ട്രോളജി ഫോളോവേഴ്സ് ഉണ്ട്. അപ്പോൾ അവരൊക്കെ കൺസൾട്ടേഷൻ എടുക്കും. പക്ഷേ അവരുടെ റൂൾ അനുസരിച്ച് അലൗഡ് അല്ല. പ്രേക്ഷകർക്ക് സുനിത മേഡത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ആസ്ട്രോളജി വിത്ത് സുനിത വിഷ്ണുപുരം എന്ന യൂട്യൂബ് ചാനലിൽ ഇൻഡെപ്തിൽ, ഞാൻ വളരെ കാഷ്വലായിട്ട് കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ചോദിച്ചത്, ഇൻഡെപ്തിൽ ആസ്ട്രോളജിയുടെ വിവിധ തലങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്ന വീഡിയോകൾ ലഭ്യമാണ്. സുനിത മേഡത്തിൻ്റെ നമ്പർ ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ചേർക്കാം. നന്ദി, നമസ്കാരം.